എന്റെ ഈ രണ്ടെണ്ണം തന്നെ അധികമാ. ആ പോയില്ലേ? ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉഷാമ്മയ്ക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അവര് കാണുന്നതിന് മുമ്പ് വേഗം ആട്ടാനതാ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ഇതെന്തിനു മുറ്റത്ത് കയറി മുള നടന്നേ? ഡി ആ രാജീവൻ കിട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ നാളെ ആയില്ല. ഇതോടെ നാളെ ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന്. അതിന് ആ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ? നിനക്ക് അങ്ങനെ പറയാം. ആയില്ലകാരി രാവിലെ എണീറ്റ് കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു പോവും. ദൃഷ്ടിദോഷം. ആനന്ദ ആ മുഴുത്ത കമ്പ് തന്നെ നോക്കിയെടുത്ത് വെക്കേ. ഇച്ചയ്ക്ക് ഞാൻ ആയില്ലെങ്കിൽ ഉള്ളിയുടെ തൈ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലായിരുന്നോ? ഓ എടാ അതൊന്നും ഇപ്പൊ പഴയ പോലെ എഫക്റ്റ് അല്ല. മുളയാ നല്ലത്. ദേ ഇതിങ്ങനെ മുഴുവനും കാട് പോലെ പിടിച്ചിട്ടേ ആയില്ല ദൃഷ്ടി അങ്ങ് മാറിക്കോളും. ഓ ആ വേഗാട്ടെ പോരെ. കൊച്ചേട്ടാ എന്തായാലും പോയില്ലല്ലോ, ബാ നമുക്കത് ക്ലീൻ ചെയ്ത് കൊച്ചേട്ടാ. എന്താ ചേച്ചി രാവിലെ? ഒന്നുമില്ല ഗീതേ, ഇവള് ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ അങ്ങ് വഴക്കാതെ. അതന്നോ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല. ഇന്നെന്താ ഇത്ര വൈകി? ഓ ഒന്നും പറയണ്ട ഇച്ചേ. വരുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി. അവിടുത്തെ പെണ്ണുമ്പിള്ളക്കാണ് മീൻ വേണോ താനും കാശൊട്ട് തരാനും വയ്യ. ഏതാ കുരീക്കല വീട്ടിലോ? ആ അത് തന്നെ ആ ലീസി. അമ്മ ചായ. പിശുക്കാന്നേ. അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം. തറവാട്ടുകാരായാലും അങ്ങനെ. കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു ഒരു കാലത്ത്? കുടിക്ക്. ചോറ്. ചക്കവാരം കഴിഞ്ഞിപ്പോ ചീരവാരാണോ? തമാശകളാ വന്നേ ലേറ്റ് ആയി. ഇച്ചേ അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെ ഉണ്ട്? ഓ അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കും. ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ? ഏത് പട്ടരുടെ അവിടുത്തെയോ? ആ നാരായണേട്ടന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. ലവ് ജിഹാദാ, ലവ് ജിഹാദ്. അവന് ഹിന്ദു, ആ കൊച്ചു ക്രിസ്ത്യാനിയോ അല്ലേ? പിന്നെ എങ്ങനെ ലവ് ജിഹാദാ വന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്നതായാലും ലവ് ജിഹാദാ, അത് ഉറപ്പാ. ആ അതിരിക്കട്ടെ ചേച്ചി, നമ്മുടെ മീരമോക്ക് കല്യാണാലോചനയൊന്നും ആയില്ലേ? ഓ അവള് പഠിക്കല്ലേ? ആ പഠിക്കട്ടെ പഠിക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം, എന്നെ പോലെ. അല്ലടാ ഞാൻ എന്തിനാ വരുന്നത്? ഒരു പ്രായപൂർത്തിയായ പെൺകൊച്ചുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ചുറ്റം പോവാ? എന്തുവാ എന്റെ പൊന്നു ചേട്ടാ, നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ പ്രായമായ കാരണന്മാര് വല്ലതും വേണ്ടേ? അതിനാണോ? എടാ പിന്നെ ആ ജഗദമ്പിള്ളയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. പ്രസിഡന്റ്, അയ്യപ്പൻ വിളക്കിലുള്ള പിണ്ടി എടുക്കാൻ വന്നതാ. തെങ്ങും പൂക്കലയും കുരുത്തോലയും വേണം. ആ രണ്ടുപേര് പുറകിലോട്ട് ചെല്ല്. വേണ്ട അതൊന്ന് ചയ്യത്ത് നിങ്ങൾ പുറകിലേക്കല്ലേ? ശരി മനസ്സേട്ടാ. ഈടാ നിന്നോട് എത്ര പ്രാവശ്യം ചേട്ടാന്ന് വിളിക്കുന്നു? മകരായിട്ട് എന്താ ചൂടല്ലേ കുറുപ്പേട്ട? അതെ അതെ. കൊച്ചേട്ടാ സുശീലേ, നാളെ അയ്യപ്പൻ വിളക്ക്. അത് പറഞ്ഞപ്പോഴാ മനു അവിടെ കുറച്ച് വിറക് കിടപ്പുണ്ട്, അതുകൂടെ കൊണ്ടുവയ്ക്കോ. കഞ്ഞിക്കൊള്ള ജഗദമ്പിള്ള വിളിച്ച് പറഞ്ഞായിരുന്നു. കഞ്ഞിക്കോ? പിണ്ടി കെട്ടാൻ പോയാ മതിയായിരുന്നു. ചാടി നിൽക്കണം. എടാ ഈ വീടിന്റെ പുറകിൽ ഇഷ്ടം പോലെ റംബൂട്ടാനും മാങ്ങയുണ്ടല്ലോ. താഴത്തല്ല കല്ലുണ്ട്, നീ മിണ്ടായിരുന്ന പണിയെടുക്കട. റംബൂട്ടാനും മാങ്ങേ നീ വായിൽ നോക്കി കെട്ടി അടുക്ക്. 5-6 മാസം കൊണ്ട് അവളുടെ പഠിത്തം കഴിയും. നല്ലത് വല്ലതും വന്നാ നോക്കണം. നമ്മുടെ ഒരു ചെറുക്കനുണ്ട് ലണ്ടനില, എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞേ. നാളും നക്ഷത്രവും പറഞ്ഞായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും നക്ഷത്രം. അല്ല നിങ്ങൾ ഇനി നാട്ടിലുള്ള വല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത്? സർക്കാർ ഉദ്യോഗം വേണ്ട. നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ, എന്തോ കിട്ടാനാ. നമുക്ക് ആ ലണ്ടൻകാരനെ തന്നെ നോക്കാം. നല്ല കൂട്ടരാ. ചെറുപ്പം മുതൽ അറിയുന്ന പയ്യനാ. പയ്യന്റെ മുത്തച്ഛനെ അധികാരിയായിരുന്നോ? അല്ല പയ്യൻ എവിടുത്തെയാന്നാ പറഞ്ഞത്? പറഞ്ഞാ ചിലപ്പോ പ്രസിഡന്റ് അറിയുമായിരിക്കും. പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ, അരവിന്ദാക്ഷൻ നായർ. സുശീലേ, മോഹൻലാലിന്റെ തറവാടുമായി ബന്ധമുള്ളവരാ. ഒന്നടങ്ങു മനു. എങ്ങനെ അടങ്ങാൻ? ഒന്നുമില്ലെങ്കിലും ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ, അപ്പൊ കല്യാണത്തിന് ലാലേട്ടൻ വരും. നീ കിട്ടിയിട്ട് ഇപ്പൊ ആര് വരാനാ? അതൊക്കെ ചുമ്മാ തള്ളുന്ന. പുള്ളി തിരുവനന്തപുരത്തുകാരനാ. ആര് പറഞ്ഞു?
പുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ? പിന്നെ ഇലന്തൂര്. നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ. പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പോയി. പക്ഷെ വിട്ടൊടുക്കത്തില്ല. നീയൊക്കെ പിടിച്ചോണ്ടിരുന്നോ? എന്നാ കയറുപിടി, കയറുപിടി, പിടിക്കേ. പൊക്ക് പൊക്ക്. എടാ ബിസ്കുട്ട് വന്ന് പിടിച്ചേ. എടാ മനോജ് പിടിച്ചേ. കൊച്ചേട്ടാ കഴിഞ്ഞേ. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞ പോലെ നാളെ കാണാം. നടക്ക് പിള്ളേരെ, ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള. വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകും ചുമന്ന് പോവാ കാമുകൻ. സുന്ദരിമാർ തന്നുടെ സുന്ദര രൂപം കണ്ടതിമോദ, സുന്ദരിമാർ തന്നുടെ സുന്ദര രൂപം കണ്ടതിമോദ, മന്ദിരമതിലങ്ങു വസിക്കും സുന്ദര യക്ഷിഗണങ്ങൾ. വേണ്ട മനുഷ്യേട്ട, ചൂടാണ്. പൊള്ളും, മനുഷ്യന് പൊള്ളും. അവിടെ കൊടുക്കട്ടെ. ചൂടുണ്ട്, ചൂട്. ഉപ്പ് എന്നതുള്ള അല്ല അമ്മച്ചി ഉപ്പിട് കൊച്ചേ. ചൂടാണ്, ചൂട് സൂക്ഷിക്കണം. കുറച്ച് ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നാ വാ. വരട്ടെ 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 പോലെ. ചേട്ടന് ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കോ. അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാൽ മതി. താടക. മനു, മനുവേ, മനു. ഓ എന്താടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തോ ചേട്ടാ? എന്റെ കൊച്ചൊരു കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ കൂടെ ട്യൂഷന് വന്നുകൊണ്ടിരുന്ന പയ്യനാ. നമുക്കൊന്നും അറിയില്ലോ ചേട്ടാ. അയ്യോ, നിർമ്മലിന്റെ കൂടെയോ? അത് ശരി. അപ്പൊ എല്ലാരും കൂടി അറിഞ്ഞോണ്ടുള്ള കളിയായിരുന്നല്ലേ. എന്നോടിത് വേണമായിരുന്നു മീര കുഞ്ഞെ. 17 വയസ്സ് തികഞ്ഞിട്ടില്ല അവക്ക്. ദാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ കണ്ട്. കൊള്ളാലോ, നല്ല ഫോട്ടോ അല്ലേ? മനു, പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ. ഈ ബിജുക്കുട്ടൻ കണ്ടയാ. നീ അവളോടൊന്ന് ചോദിച്ചേ. ഞാൻ ചോദിച്ചപ്പോ രണ്ടും കിടക്കണം ഉരുണ്ട് കളിക്കുന്നു. ഞാൻ എന്താ പറയാ? പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ണം നിനക്ക് അറിയത്തില്ല. എവിടെയാണ് അവര് പോയത്? ഞാൻ ബസ്സൊന്നും കയറ്റി വിട്ടില്ല. എന്നോട് ഇച്ചിരി കാശ് ചോദിച്ചു. കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു. അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന്. ഡി, എന്റെ മുഖത്തോക്കി പറ. നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന്? കോഴഞ്ചേരിയിലുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ. പ്രസിഡന്റെ, കൊച്ചിനെ കിട്ടി. ഞങ്ങൾ ആനന്ദം കൊച്ചാട്ടന്റെ വീട്ടിലുണ്ട്. വിളിക്കാം. അവള് ഒരേ വാശിയില്ല. ഇനിയും പോകുന്ന പറയുന്നത്. നമ്മളിനി എന്താ ചെയ്യാ? നമുക്ക് കരയോഗത്തിലൊന്ന് അവതരിപ്പിച്ചാലോ? ഞാൻ അവളോട് സംസാരിക്കട്ടെ. സോറി അച്ഛാ, സോറി.
എന്താ ചേച്ചി ഈ മാസത്തെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞല്ലോ? മോളെ അതൊക്കെ നോക്കുന്നേ. അവള് വരുമ്പോ ഞാൻ പറയാം. ആര് നോക്കിയാലും കുഴപ്പമില്ല ചേച്ചി. ഞങ്ങൾക്ക് എന്തായാലും ക്വാർട്ടറിലെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞ പോലെ റിപ്പോർട്ട് ആരായിച്ചേ? ഓ ഒന്നുമില്ലെന്നേ, ബാങ്കിൽ നിന്ന് പശുവിനെ നോക്കാൻ വന്നതാ. ഓ ഞാൻ വിചാരിച്ചു വല്ല ജപ്തി ആയിരിക്കും. അയ്യോ ജപ്തിയല്ല, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ. ആ അതന്നെ. എന്താ മോന്റെ പേര്? ആ ശ്രീശങ്കർ. ചേച്ചി ഇതൊന്ന് പിടിക്കൂ. എവിടെ സ്ഥലം? ഞാൻ കൊച്ചിയിലായിരുന്നു. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസം അത്രയായിട്ടുള്ളൂ. ഞാൻ ശരിക്കും കോന്നിക്കാരനാ. കോന്നിയിലോ? അവിടെ എവിടെയാ? ഒരു മങ്ങാരത്ത് ശ്രീധരൻ കർത്തെ അറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത്. മോൻ ഇരിക്കെ, ഞാൻ ചായ അയ്യോ എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട. മോന ആദ്യമായിട്ട് വരികയല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. അവിടെ ഇരിക്കെ. ഹായ്. ഹായ്. ആരമ്മയത്? ബാങ്കിൽ നിന്ന് വന്നതാ. പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ. മങ്ങാട്ടത്തെയാ, വലിയ കുടുംബക്കാരാ. വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നേ. ചേച്ചിക്ക് നോക്കാനല്ലേ. മനസ്സിലായി. ഓടി അവിടുന്ന്. ഇവളുടെ ഒരു കാര്യം. എവിടുന്നാ? ഞാൻ ബാങ്കിൽ നിന്ന് മറ്റേ ലോണിന്റെ പശു ഇൻസ്പെക്ഷൻ. മനസ്സിലായി. അതെ, ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട. അമ്മയ്ക്ക് ടെൻഷനാവും. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ ഓക്കെ. ഞാനെന്നാ അല്ല, അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല വേണ്ട. ഞാൻ അയ്യോ വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇരിക്കും. അല്ല വേണ്ട, കുഴപ്പമില്ല. ഇപ്പൊ വരാം. ഇതാരാ? അയ്യോ, ആ കുട്ടി എവിടെ പോയി? പോയോ? ആരമ്മത്? നിനക്ക് വേണോട്ടോ ചായ? ആ വാങ്ങിച്ചോ. അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ. തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛൻ്റെ അമ്മായിയുടെ മോൾ അംബുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അംബുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതിലെ ഇലക്കിട്ടിരുന്നല്ലേ? ആ അങ്ങനെ ഒരു പറ്റി. മാറിക്കടി. നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇട്. ഏത് പടത്തിലെ പാട്ടാ ചേട്ടാ? പ്രായക്കര പാപ്പാന്റെ ഏതെങ്കിലും പാട്ട് ഇടും.